ഞാനത് ബോർഡ് എക്സാമിന് ഫോക്കസ് ചെയ്യാതെ റിഗറസ് ആയി ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ഒന്നും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ കൊണ്ടൊരു ബേർഡൻ കൊടുക്കേണ്ടതുണ്ടോ? നമ്മുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അതിന്റെ റൂട്ട് നേരത്തെ നിശ്ചയിച്ചാൽ നേരത്തെ എത്താൻ പറ്റും. നീറ്റിനാണെന്നുണ്ടെങ്കിൽ അവർ +1 +2 കൂടെയോ അല്ലെങ്കിൽ അതിനുശേഷം റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യട്ടെ. ഇപ്പോൾ അവർ 8ാം ക്ലാസ്സിനൊക്കെ എന്തിനാണ് അവർ ഭയങ്കര കഷ്ടപ്പെടുന്നത്? 8ാം ക്ലാസ്സിലൊക്കെ അവർ സ്കൂളിൽ പഠിച്ചാൽ പോരെ? ഈ ഒരു 2-3 വർഷം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ബാക്കിയുള്ള വർഷം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. നമ്മൾ കോമ്പറ്റീറ്റീവ് ആവാന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരെക്കാളും എന്ത് ചെയ്താലാണ് നമ്മൾ മേലെ എത്താന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിന് ഏറ്റവും മുന്നുള്ള പ്രിപ്പറേഷൻ തന്നെ വേണ്ടത്. ഹലോ എവരിവൺ, ഇന്ന് ഞങ്ങളുള്ളത് ഷയാന്റെ വീട്ടിലാണ്. നീറ്റിലെ ടോപ്പറായിട്ടുള്ള ഓൾ ഇന്ത്യ റാങ്ക് 1401, അതേപോലെ തന്നെ 650 മാർക്കുമായി നമ്മുടെ ഫൗണ്ടേഷനിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഷയാൻ, കൺഗ്രാറ്റുലേഷൻസ്. എന്ത് തോന്നുന്നു നീറ്റ് കിട്ടിയപ്പോൾ ആദ്യത്തെ ഒരു പ്രതികരണം എന്നുള്ള നിലക്ക് എന്താണ് തോന്നുന്നത്? സന്തോഷം തന്നെ. ഒരു പ്രതീക്ഷിച്ച മാർക്കിൽ തന്നെ ഞാൻ റെസ്പോൺസ് ഷീറ്റ് വന്നപ്പോൾ തന്നെ നോക്കിയ ഒരു മാർക്ക് തന്നെയാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റം തോന്നിട്ടില്ല. ഇപ്രാവശ്യം 2 നീറ്റ് എഴുതിയിട്ടുണ്ടല്ലേ? ആദ്യത്തെ നീറ്റിൽ എത്രയായിരുന്നു സ്കോർ? 670. ഇപ്പൊ അത് 650. ഓക്കെ. അപ്പോൾ എനിവേ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ ജേണി, ഇപ്പോൾ സ്വാഭാവികമായിട്ടും നീറ്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ആ ഒരു ജേണി മൊത്തത്തിലൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനുള്ള പ്രിപ്പറേഷൻ? ജേണി എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യാന്നുള്ളത് തന്നെ. അത് നമ്മളെ കൊണ്ട് എത്രത്തോളം പറ്റും അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാം. പിന്നെ കുറച്ച് മുന്നേ തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. ഈ ഒരു +1 +2 എന്നുള്ളത് അതിൻ്റെ മുന്നേ തന്നെ പറ്റുകയാണെങ്കിൽ അപ്പം തന്നെ തുടങ്ങാനാണ് ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഫീൽ ചെയ്യും. ഒരു +1 +2 ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിലും ഇങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഫീൽ ചെയ്യും. അപ്പോൾ ഷയാൻ എപ്പോഴാണ് ഇങ്ങനെ തുടങ്ങിയത്? ഞാൻ ആക്ച്വലി 8th ലാസ്റ്റിലാണ് ഈ ഒരു എക്സാം വൈ ഫൗണ്ടേഷനിൽ ഭാഗമാവുന്നത്. അത് 9th 10th വരെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ +1 +2 ഡോപ്പ ഇൻഡിക്കേറ്റർ സ്കൂളിൽ. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനിൽ 8th അവസാനത്തോട്ട് തുടങ്ങി ഏകദേശം ഒരു 3 വർഷം അല്ലെങ്കിൽ 2.5 വർഷത്തോളം കിട്ടി. അപ്പോൾ ആ ഒരു സമയത്ത് സ്കൂളിൽ സ്വാഭാവികമായിട്ടും കുട്ടികൾ സ്കൂളിലെ മാർക്കും അതിൽ ടോപ്പർ ആവാൻ അല്ലെങ്കിൽ A+ എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പോകുമ്പോൾ ഷയാന് ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യായിരുന്നു അല്ലേ? അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സ്കൂളിൽ ബാക്കി കുട്ടികളൊക്കെ അങ്ങനൊന്നും ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇതിന് ഫോക്കസ് ചെയ്യാൻ എന്തൊരു മോട്ടിവേഷൻ? അതിൻ്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ ഞാൻ പറയും പാരൻസ് ആണ്. കാരണം എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ടി വർക്ക് ചെയ്യാനൊന്നും ഞാൻ റെഡി ആയിരുന്നില്ല. കാരണം 8th 9th 10th പറയുമ്പോൾ ഒരു ഫ്രീ ആയി നടക്കണ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഫ്രീ ആയി നടക്കണ ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ ഈ സ്കൂളത്തെ വർക്ക് പറഞ്ഞാൽ സാധാരണ സ്റ്റേറ്റ് സിലബസും കൂടി ആയിരുന്നു ഞാൻ 8th 9th. അപ്പോൾ വളരെ ലോഡ് കുറവാണ്. അപ്പോൾ എക്സാമിൻ്റെ ടൈമിൽ മാത്രം അതിന് വേണ്ടി നോക്കിയാൽ മതി. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സും കൂടി ആകുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളൊന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി കുറച്ച് നല്ല നമുക്ക് ഒരു പട്ടിണീൻ്റെ ഒരു മാക്സിമം ലെവൽ തന്നെ വർക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് കുറച്ച് മടിയായിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ ഒരു നിർബന്ധം മൂലമാണ് ഞാൻ പഠിച്ചതെന്ന് തന്നെ ഞാൻ പറയും. അപ്പോൾ പാരൻസ് ഇപ്പം ഒരു പ്രിൻസിപ്പൽ ആണല്ലേ സ്കൂളിൻ്റെ. അപ്പോൾ എങ്ങനെയാണ് ഈ ഫൗണ്ടേഷനൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ടാവാൻ കാരണം എന്താണ്? മക്കൾക്ക് അങ്ങനെ കൊടുക്കണം. അത് നമ്മൾ ഈ നിരന്തരം കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ അനുഭവത്തിൽ പഠിച്ചൊരു കാര്യം, മിക്കവാറും രക്ഷിതാക്കൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടിയെ ഏത് വഴിക്ക് തിരിച്ചു വിടണം എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്തൊക്കെ പലരും വന്ന് ചോദിക്കാറുണ്ട്, മോന് പിന്നെ 10th കഴിഞ്ഞു, ഇനി എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ. അപ്പം അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, അവർ വളരെ ലേറ്റാണ്. കാരണം നമ്മുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ റൂട്ട് നേരത്തെ നിശ്ചയിച്ചാൽ നേരത്തെ എത്താൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ റൂട്ട് മാറിപ്പോവുകയും വൈകി എത്തുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ചിലപ്പം +2ൻ്റെ കൂടെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാതിരിക്കുകയും പിന്നെ നീറ്റും സൂപ്പർ റിപ്പീറ്റും ചെയ്യേണ്ട അവസ്ഥ വരുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം. അത് ഒഴിവാക്കാനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് കഴിയുന്നത്രയും നേരത്തെ അതിനൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതേക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച സമയത്ത് നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയത് എക്സാം വൈയെ കുറിച്ചാണ്. വളരെ റിഗറസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ടീമുള്ള ഒരു സംഭവമാണ് ഇത് എന്നുള്ളത്. അങ്ങനെ അതിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ പാരന്റ് നമ്മൾ റിലേറ്റീവ് ആയിരുന്നു. അവരുടെ നമുക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സാം വൈ ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മളതിങ്ങനെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു, എന്താണ് നടക്കുന്നത്. ക്ലാസ്സൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് വീട്ടിൽ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് തോന്നി വളരെ നല്ല രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അങ്ങനെയാണ് എക്സാം വൈ നല്ലതാണ് എന്ന് നമ്മൾ അറിയുകയും അതിനുശേഷം അത് ഒരുപാട് ആളുകളിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തത്. ഞാൻ മുമ്പേ വർക്ക് ചെയ്ത സ്കൂളിലെ കുട്ടികളോടും ഇവിടെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളോടൊക്കെ നമ്മളിത് പറയാറുണ്ട്, പാരൻസിനോടൊക്കെ പറയാറുണ്ട്.
കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ സ്കൂളിൽ എക്സാം വൈയുടെ അജ്മൽ സാറിനെ വെച്ചിട്ട് നമ്മൾ ക്ലാസ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ നേരത്തെ തുടങ്ങുക, ഫൗണ്ടേഷൻ കൊടുക്കുക, അത് സ്ട്രോങ് ഫൗണ്ടേഷൻ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ എക്സാം വൈയിലേക്ക് എത്തിയത്. അപ്പോൾ അങ്ങനെ ഷയാന് ഒരു 8ാം ക്ലാസ് മുതൽ അത് കൊടുത്തു. പിന്നെ അവർ എൻട്രൻസ് പ്രിപ്പറേഷനിലേക്ക് ഒരു +1 +2 കൂടെ കംപ്ലീറ്റ്ലി പോകുമ്പോൾ ആ ഒരു ഡിഫറൻസ് ശരിക്കും ഒരു പാരന്റ് എന്ന നിലക്ക് ഫീൽ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഒരു റൈറ്റ് ഡിസിഷൻ എടുത്തിരുന്നു, അല്ലെങ്കിൽ അത് നന്നായി എന്നുള്ളൊരു തോന്നലോ അനുഭവം ഉണ്ട്? തീർച്ചയായും. ഇത് ഇവന് പല ഘട്ടങ്ങളിലും ഓരോ ചില അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടായ സമയത്ത് പലരും ഇത് ചോദിച്ചിരുന്നു, അവനെ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഏജിൽ ഇങ്ങനെ സീരിയസ് പഠനത്തിലേക്ക് എത്തിക്കാനും ഒക്കെ സാധിച്ചത് എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റിയൊരു കാര്യമായിരുന്നു. നമ്മളിങ്ങനെ വളരെ നേരത്തെ ഒരു ഫൗണ്ടേഷൻ അവർ സെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് പറ്റിയത്. അവൻ നമ്മോട് പറയാറുണ്ട്, ഇപ്പോൾ ഈ +1 +2 ഇന്റഗ്രേറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഈ പഠനം എന്നുള്ള ഒരു ട്രാക്കിലേക്ക് പെട്ടെന്ന് എത്താനും അവന്റെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് ഉദ്ദേശ രൂപത്തിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് പറ്റിയത് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ കിട്ടിയതുകൊണ്ടാണ്. അത് വളരെ കറക്റ്റ് ആയിരിക്കും. കാരണം ഒരു ഫൗണ്ടേഷനും ഇല്ലാതെ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ച് ആദ്യം ഇത് പഠിച്ചാൽ എന്താണ്, പഠിച്ചില്ലെങ്കിൽ എന്താ എന്നുള്ളൊരു ബോധ്യം പോലും ഉണ്ടാവില്ല. അപ്പൊ ഞാനിത് പഠിച്ചേ പറ്റൂ, ഈ ഒരു ഏജിൽ ഞാനിതിന് എഫേർട്ട് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു ധാരണ അവന് സ്വയം ഉണ്ടായി എന്നുള്ളതാണ്. നമ്മളവന് ഒരു ട്രാക്ക്, ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ. അത് ഏറ്റവും നന്നായി സീരിയസ് ആയിട്ട് ഡെഡിക്കേഷനോട് കൂടിയിട്ട് ചെയ്തത് അവന്റെ എഫേർട്ട് തന്നെയാണ്. അപ്പൊ അതൊക്കെ ഫൗണ്ടേഷൻ തന്നെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലപ്പോഴും ഇതിപ്പോൾ സാർ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പല പാരൻസിനും ഇങ്ങനെയൊക്കെ ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, കുട്ടികളല്ലേ, അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ കൊണ്ടൊരു ബേർഡൻ കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ വളരെ ജെന്യൂൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നീറ്റിനാണെന്നുണ്ടെങ്കിൽ അവർ +1 +2 കൂടെയോ അല്ലെങ്കിൽ അതിനുശേഷം റിപ്പീറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യട്ടെ. ഇപ്പോൾ അവർ 8ാം ക്ലാസ്സിനൊക്കെ എന്തിനാണ് അവർ ഭയങ്കര കഷ്ടപ്പെടുന്നത്, 8ാം ക്ലാസ്സിലൊക്കെ അവർ സ്കൂളിൽ പഠിച്ചാൽ പോരെ എന്ന ഒരു കൺസേൺ പലപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ സാറിന്റെ ഒരു വ്യൂവിൽ എങ്ങനെ? വളരെ ജെന്യൂൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷൻസിന്റെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും നല്ല ജോലിയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇതില് പലപ്പോഴും രക്ഷിതാക്കൾക്കുള്ള തെറ്റിദ്ധാരണ മക്കള് കളിച്ചു വളരട്ടെ എന്നൊക്കെ വളരെ ലാഘബുദ്ധിയ പറഞ്ഞു പോകുന്നവരാണ്. അപ്പോൾ കുട്ടികൾക്ക്, ഞാൻ സാധാരണ കുട്ടികളോടും പറയാറുള്ളത്, നമ്മുടെ ലൈഫിൽ എന്തായാലും ചില എഫേർട്ടുകളും ചില ഹാർഡ് വർക്കൊക്കെ വേണ്ടി വരും. എങ്കിലേ നമ്മുടെ ഉദ്ദേശിച്ച ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റൂ. അല്ലാതെ സുഖമായി കിടന്നുറങ്ങിയവരാരും എവിടെ എത്തിയിട്ടില്ല. അത് എപ്പോൾ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് എത്രയും നേരത്തെ ചെയ്താൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റും. അതേസമയം ഇവരൊക്കെ കളിച്ചു വളരുകയും കളിയോടൊപ്പം തന്നെ ഇങ്ങനെ ചില എഫേർട്ടും കൂടി ഇടുമ്പോൾ ആ കളി തുടർന്നും കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. അപ്പം ഞാൻ ഇവരോട് പറയാറുള്ളത്, ഈ ഒരു 2-3 വർഷം നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ബാക്കിയുള്ള വർഷം നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഈ ഒരു 2-3 വർഷം നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ബാക്കിയുള്ള എല്ലാ വർഷവും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇതിലേത് വേണം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയാം. അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ തീരുമാനിക്കുന്നത് 3 വർഷം ഞാൻ മെനക്കെട്ടോളാം, ബാക്കി സെലിബ്രേറ്റ് ചെയ്യാലോ എന്നുള്ളത് തന്നെയാണ്. അപ്പോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിഷയത്തെ ഞാൻ കാണാറുള്ളത്. എന്തായാലും ഒരു ഘട്ടത്തിൽ സ്ട്രഗിൾ ചെയ്താലേ അച്ചീവ്മെന്റ് ഉണ്ടാവും. നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുമല്ലോ. അപ്പൊ ആ സ്ട്രഗിള് എത്രയും നേരത്തെ ഏറ്റവും നല്ല ടീമിനോടൊപ്പം നിന്ന് ചെയ്താൽ എത്രയും നേരത്തെ ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാവും. ഇത് പറയുമ്പോൾ ശരിക്കും ഞാൻ ഒരു റിപ്പീറ്റ് ചെയ്ത് നീറ്റ് എഴുതിയ ഒരാളാണ്. അപ്പോൾ ശരിക്കും പലപ്പോഴും ആൾക്കാർ ഈ പറയുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും. കാരണം ഈ സ്ട്രെസ് കുറക്കാനെന്ന് പറഞ്ഞിട്ട് അവസാനത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ശരിക്കും സ്ട്രെസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു 8ാം ക്ലാസ് മുതലേ ചെയ്യുമ്പോൾ അത്രയും സ്ട്രെസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കുറയാണ് ശരിക്കും ചെയ്യുന്നത് എന്നുള്ളത് പല ആളുകളും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സ്ട്രെസ് ഉണ്ടാവുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഭൗതിക സാഹചര്യങ്ങളെ ആശ്രയിച്ചായിരിക്കും. ഒന്ന്, ഇപ്പൊ ഞാൻ രക്ഷിതാവ് എന്നുള്ളവർക്ക് അവനോട് പറയാണ്, നീറ്റ് എഴുതിയെടുക്കണം, അതാണ് ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ ലൈഫേ ഇല്ല എന്ന് പറയുന്നതോടുകൂടി നീറ്റ് അവന് എത്തിപ്പിടിച്ചേ പറ്റൂ എന്നൊരു തോന്നൽ വരും. അത് ഒരു ഘട്ടത്തിൽ കിട്ടൂലേ എന്ന് തോന്നുന്നൊരവസ്ഥ വന്നാൽ മാനസികമായി ഇവൻ തളർന്നു പോകും. അങ്ങനെയാണ് പല ആത്മഹത്യകളൊക്കെ സംഭവിക്കുന്നതും പല സ്ട്രെസ്സും ഉണ്ടാകുന്നതും പിന്നീട് ഒരു ഡിപ്രഷനിലേക്ക് കുട്ടികൾ പോവുകയൊക്കെ ചെയ്യുന്നത്. അതാ സമീപനമേ തെറ്റാണ്. നമ്മൾ അവന് ശരിക്കും മനസ്സിലാക്കി കൊടുക്കേണ്ടത്, ഇതാണ് മാർക്കറ്റ്, ഈ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടാണ് നമ്മൾ കച്ചവടം ചെയ്യാൻ പോകുന്നത്, അവിടെ ചെലവാകുന്ന പ്രൊഡക്റ്റ് ഇതൊക്കെയാണ്, അവിടെ ഡിമാൻഡ് ഇതിനൊക്കെയാണ് ഉള്ളത് എന്ന് അവന് മനസ്സിലാക്കി കൊടുത്താൽ അവനത് ബോധ്യം വരികയും അവനതിന് വർക്ക് ചെയ്തോളും. അല്ലാതെ ഞാനൊരു പ്രൊഡക്റ്റ് പറയും, അത് ഞാൻ പറയുന്ന മാർക്കറ്റിൽ കൊണ്ടേ ചെലവാക്കിക്കൊള്ളണം, എന്നിട്ട് ലാഭം കൊണ്ടേ വീട്ടിൽ വരാവൂ എന്ന് പറഞ്ഞാൽ ഇവന് സ്ട്രെസ്സായി പോകും. അത് രക്ഷിതാക്കൾ ചെയ്തുകൂടാ. കുട്ടികളെ കപ്പാസിറ്റി, അവരുടെ ആപ്റ്റിറ്റ്യൂഡും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം വേണം ആ കുട്ടിയെ അത് ചെയ്യിക്കാൻ. അങ്ങനെയാകുമ്പോൾ സ്ട്രെസ് ഉണ്ടാവില്ല. അവൻ അറിഞ്ഞ് ഇഷ്ടപ്പെട്ട് അത് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഷയാൻ, ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം,
ഷാന് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം എക്സാം ബൈ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കിട്ടി എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഈ നിലക്കൊരു കാഴ്ചപ്പാടുള്ള പാരൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഉമ്മയും ഉപ്പയും ഒക്കെ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഈ നിലക്ക് കാഴ്ചപ്പാടുകളും ഉള്ളത്. എത്രത്തോളം ഷാന് അത് ഒരു ഈസിനെസ് തന്നിട്ടുണ്ട് ഈ ഒരു പ്രിപ്പറേഷനിൽ? അത് മെയിൻലി അത് തന്നെയായിരുന്നു. എനിക്ക് സ്ട്രെസ് ഇല്ലാത്തതിന്റെ മെയിൻ കാരണം അത് തന്നെയായിരുന്നു. എനിക്ക് എക്സാം എഴുതാൻ പോകുമ്പോഴും ഒരു കൂൾ അങ്ങനെ ഒരുപാട് സ്ട്രെസ് ചെയ്ത് ഞാൻ ഈ എക്സാമിന് വലിയൊരു സംഭവമാക്കി കണ്ടത് നമ്മളെ ജീവിതത്തിന്റെ എൻ്റെ ആണ്, ഇതിനു വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത് എന്നുള്ള പോലെ ഞാൻ കണ്ടിട്ടില്ല. അതന്നെ ആയിരിക്കും കാരണം. ഈ മെയിൻ എക്സാമിന് കണ്ടന്റ് ഇല്ലാത്ത പ്രശ്നമല്ലല്ലോ, അധികം ആൾക്കാർക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സാണ്. കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടല്ല, പല ക്വസ്റ്റ്യൻസ് നമ്മൾ തെറ്റിപ്പോവാൻ നമുക്ക് സ്ട്രെസ് ആയതുകൊണ്ടോ ടെൻഷൻ ആയതുകൊണ്ടാണ്. അതില്ലാതിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്. ഇപ്പം പലപ്പോഴും നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ആത്മഹത്യകൾ വരെ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ ശരിക്കും പാരന്റ്സ് ഒക്കെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. ഇങ്ങനെ ഒരു ഇപ്പോൾ ഷയാന് ഇങ്ങനെ ഒരു പാരന്റ്സിന്റെ ആ ഒരു ശിക്ഷണത്തിൽ വളർന്ന് ഇങ്ങനെ നേടിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ആ ഒരു പ്രഷർ വല്ലാതെ ഇത് നേടിയെടുത്തിരിക്കണം അല്ലെങ്കിൽ അതോടുകൂടി ജീവിത അവസാനമാണ് എന്നൊരു പ്രഷറല്ല കൊടുത്തത്, അത് കൊടുക്കാത്തത് കൊണ്ട് കൂടിയാണ് ഷയാൻ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ പലപ്പോഴും ഷയാന്റെ ഒരു റിസൾട്ട് ഇന്ന് ഗ്രൂപ്പിൽ ഇങ്ങനെ പേര് കണ്ടപ്പോൾ ശരിക്കും ലൈവ് ക്ലാസ്സിലും അതേപോലെ തന്നെ വെന്റിയിലൊക്കെ ഷയാന്റെ പേര് വായിച്ചതൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരുമായിരുന്നു. അപ്പോൾ ഒരു ഫൗണ്ടേഷൻ സമയത്തൊക്കെ 8ാം ക്ലാസ് മുതൽ തന്നെ ഫൗണ്ടേഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് എന്താ? അപ്പോൾ ലൈവ് ക്ലാസ്സുകളുണ്ട്, അതേപോലെ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസുകളുണ്ട്, വർക്ക് ബുക്കുകളുണ്ട്, ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത്. ഇതിൽ ഈ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷയാൻ ഏറ്റവും അത് അത്രയും ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നിയ ഏത് ഭാഗമാണ്? ഏറ്റവും ഹെൽപ്ഫുൾ ആയത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തന്നെയായിരുന്നു. വർക്ക് ബുക്ക് അതിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അത് അങ്ങനെയായിരുന്നു. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 ക്വസ്റ്റ്യൻസ് ആയി കണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഫസ്റ്റ് ലെവൽ 1, പിന്നെ ലെവൽ 2, പിന്നെ ലെവൽ 3. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു 8th, 9th, 10th പഠിക്കുമ്പോൾ ഞാൻ കുറച്ചൊരു ഫ്രീ മൈൻഡ് തന്നെയായിരുന്നു. എനിക്ക് വലിയൊരു സീരിയസ്നെസ് ഒന്നും ഉണ്ടായില്ല. അത് ഇങ്ങനെ ഒരു ഗുണം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് വെറുതെ ഒരു സൈഡ് ബിസിനസ് ആയി കണ്ട് ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്കൊരു ലെവൽ 3 ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായാലും എനിക്ക് 11th ഇന്റഗ്രേറ്റഡ് പോയപ്പോൾ നന്നായി ഉണ്ടായിട്ടുണ്ട്. കാരണം എനിക്ക് ഫിസിക്സ് പ്രോബ്ലം ചെയ്യലൊരു പ്രശ്നമായി വന്നിട്ടല്ലോ. ഒരു പാർട്ടിലും ഇങ്ങനെ ഒരു ഫിസിക്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നീറ്റ് ആസ്പിറൻസിന്റെ മെയിൻ പ്രോബ്ലം ആണല്ലോ ഫിസിക്സ്. അതെനിക്ക് ഒരുപാടൊരു ബേർഡനായി വന്നിട്ടില്ല ഒരിക്കലും. അത് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ പലപ്പോഴും സ്കൂൾ കഴിഞ്ഞ് നേരെ ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ വരുന്ന ഇപ്പൊ നമ്മളുടെ തന്നെ പരിചയത്തിലുള്ള പല എൻട്രൻസ് ഫാക്കൽറ്റീസും പറയുന്ന ഒരു കാര്യമാണ് അവിടെ കുട്ടികളെ ബേസിക് മാത്തും പ്രോബ്ലം ചെയ്യുന്നതൊക്കെ പഠിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത്. എന്നിട്ട് അതിനൊരു 6 മാസം അതിന് പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഇപ്പം കൂടെ പഠിക്കുന്ന കുട്ടികളെ കമ്പയർ ചെയ്തിട്ടൊക്കെ അങ്ങനെ ശരിക്കും ഫീൽ ചെയ്തിരുന്നു? ശരിക്കും ഫീൽ ചെയ്തിരുന്നു. എനിക്ക് ഫസ്റ്റ് ചെന്ന ടൈമിൽ ഇന്റഗ്രേറ്റഡിൽ ചെന്ന ടൈമിൽ എനിക്ക് ഫസ്റ്റ് ഒന്നും വലിയൊരു സീരിയസ്നെസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് കുറച്ച് മുന്നേ നേടിയെടുത്തൊരു എബിലിറ്റി ഉണ്ടായിരുന്നു. ഒരു മാത്തമാറ്റിക്കൽ കുറച്ച് ഇങ്ങനെ ഒരുപാട് പ്രോബ്ലം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എനിക്ക് മാത്സ് കുറച്ചുകൂടി ഇഷ്ടമായിരുന്നു ഈ 9th, 10th ഒക്കെ പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പ്രോബ്ലം ചെയ്തതിന്റെ ഒരു ഗുണം എനിക്ക് ഫിസിക്സിലും കെമിസ്ട്രിയിലും കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഫസ്റ്റ് ഇനീഷ്യലി ആദ്യം മുതലേ കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഒക്കെ നേടി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ആസ്പിറൻസ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഒരുപക്ഷെ ഹൈസ്കൂൾ പ്രായത്തിലൊക്കെ ഉള്ളവർ കേൾക്കുന്നുണ്ടാവും. അവരോടൊക്കെ ഒരു നീറ്റ് നേടിയ ഒരാൾ എന്നുള്ള നിലക്ക് എന്താണ് ഷയാൻ ഒരു ഫൈനലായിട്ട് പറയാനുള്ളത്? ഏറ്റവും എന്ന് തുടങ്ങാൻ പറ്റുമോ അന്ന് തുടങ്ങുക. ഇപ്പോൾ ഇന്ന് നീറ്റ് ക്രാക്ക് ചെയ്യണം എന്നൊരാഗ്രഹം വന്നാൽ നാളെ മുതൽ അതിൻ്റെ പണിയെടുക്കാൻ തുടങ്ങുക. കാരണം ഇതൊരു ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു എക്സാമാണ്. അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് ആവുക എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരെക്കാളും എന്ത് ചെയ്താലാണ് നമ്മൾ മേലെ എത്തുക എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അതിന് ഏറ്റവും മുന്നുള്ള പ്രിപ്പറേഷൻ തന്നെ വേണ്ടത്. ഇപ്പം എനിക്ക് സത്യം പറയാൻ എനിക്ക് ചെറിയ റിഗ്രറ്റ്സ് ഒക്കെ ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു 9th, 10th ആ ഒരു ടൈമിലൊക്കെ ഞാനതൊരു ജസ്റ്റ് ഒരു സൈഡ് അങ്ങനെ കൊണ്ടുവരുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞാനത് ബോർഡ് എക്സാമിന് ഫോക്കസ് ചെയ്യാതെ അന്നുകൂടി ഇതൊന്നും കൂടി മറ്റേ റിഗറസ് ആയി ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ ഒന്നും കൂടി അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. ഇപ്പോൾ എക്സാം ബൈ ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നതാണ് മെന്റേഴ്സ് എന്നുള്ളത്. അപ്പോൾ ഷയാന്റെ മെന്റേഴ്സ് ആരായിരുന്നു? അവരുടെ ഒക്കെ ഒരു ഫോളോ അപ്പ് ഒക്കെ എങ്ങനെയാണ്? എനിക്ക് 9th നീതു മാം ആയിരുന്നു, 10th ആയപ്പോൾ അമ്പിളി മാം ആയിരുന്നു. രണ്ടുപേരും വളരെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കണ ടൈമിലാണെങ്കിലും പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണെങ്കിലും 10th കഴിഞ്ഞ ടൈമിലൊക്കെ നല്ല ഒരുപാട് ഗൈഡൻസും വളരെ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞ് ഞാൻ +1, +2 2 വർഷം കഴിഞ്ഞിട്ട് കൂടി ഒരു ഫോളോ അപ്പ് എടുത്തിട്ടുണ്ട്. അവന്റെ ഞാൻ അറിയത്തോട്ടെ ഈ ഇപ്പൊ കോഴ്സ് എക്സാം ബൈന്ന് വിട്ടതിന് ശേഷവും ഇവന്റെ പല അച്ചീവ്മെന്റുകളും ഒക്കെ കാണുമ്പോൾ സ്റ്റേറ്റസും മറ്റൊക്കെ കാണുമ്പോൾ ഇവനെ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു ഈ അത് അവരുടെ ഡെഡിക്കേഷനും
അവരുടെ ഒരു പാഷനൊക്കെ തന്നെയാണത്. അപ്പൊ അത് അന്വേഷിക്കുന്ന സന്തോഷമാണ്. കാരണം ഇവരിപ്പോഴും ഈ കുട്ടി ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. ഇപ്പൊ നിങ്ങളിവിടെ വന്നതും അങ്ങനെ തന്നെയാണ് അല്ലെ? അവനിപ്പോ എക്സാം അതിനോട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളല്ലെങ്കിൽ പോലും അവന്റെ അച്ചീവ്മെന്റ് അറിഞ്ഞപ്പോ സാറൊക്കെ അവിടെ വിളിച്ച് അന്വേഷിക്കുകയും വരാൻ തയ്യാറാകുകയും ചെയ്തു എന്നുള്ള സന്തോഷമാണ്. അപ്പോൾ ഈ ഒരു ജേണിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇന്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു സിസ്റ്റം എങ്ങനെയായിരുന്നു? അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടും ഇപ്പോൾ ഡോപ്പയിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു സിസ്റ്റം? ഇതിനൊരു ഇത് ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ജെഇ മെയിൻസ് ജെഇ അഡ്വാൻസ്ഡ് ക്രാക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ വരെ നമുക്ക് കിട്ടും. ഈസി ആയിട്ട് ഓൺലൈനിൽ കിട്ടും, ഫ്രീ ആയി കിട്ടും. പക്ഷെ ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട ഒരു ടൈം ഉണ്ട്. ഒരു എല്ലാ കണ്ടന്റും കൂടി ഒരുമിച്ച് നമുക്ക് കിട്ടിയിട്ട് കാര്യമല്ല. ഇത് ഓരോ ടൈമിലും കിട്ടേണ്ട ഓരോ സാധനങ്ങളുണ്ട്. അത് കറക്റ്റ് ടൈമിൽ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സിസ്റ്റത്തിന്റെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഞാൻ പറയാം, സിസ്റ്റം ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാം. അത് കാരണം ഇത് സിസ്റ്റം ഉണ്ടാക്കിയ ആളുകൾ ഇത് മുന്നേ ക്രാക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവര് പറയുന്ന ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുക. അതിൽ ഒരുപാട് കാട് കയറി ചിന്തിക്കാതെ അത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിച്ച് ആ സിസ്റ്റം പക്ക അതുപോലെ ഫോളോ ചെയ്യുക. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് പല ആളുകൾക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. ഞാൻ എന്റേതായ രീതി, അവിടെ വേറൊരു സിസ്റ്റം അതിന്റെ രൂപത്തിൽ അങ്ങനെ റൺ ആയിക്കോട്ടെ, ഞാനതൊന്നും റാങ്കൊന്നും ബോധർ ചെയ്യുന്നില്ല എന്നൊരു രീതി പലപ്പോഴും ഈ എൻട്രൻസ് പ്രിപ്പറേഷനിൽ ഭയങ്കര നെഗറ്റീവായിട്ട് വരാറുണ്ട്. അപ്പൊ ആ കാര്യങ്ങളടക്കം എല്ലാവരും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും റിപ്പീറ്റ് ചെയ്യുന്നവരൊക്കെ അത് ഭയങ്കരമായി ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ എനിവേ ഇത്രയും നല്ല റാങ്ക് ഒക്കെ കിട്ടി. ഇനി എങ്ങോട്ടാണ് ഇപ്പൊ ജിപ്മറൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ട്? ജിപ്മറിൽ പോവോ അല്ല എന്താണ് ഒരു പ്ലാൻ? എനിക്ക് സത്യം പറഞ്ഞാല് ജിപ്മർ നല്ല കോളേജാണ്. പൊതുവെ എല്ലാവരും ഡ്രീം ചെയ്യുന്ന കോളേജാണ്. കിട്ടാൻ ചെറിയ ചാൻസും കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് കേരളത്തിൽ നിന്ന് പഠിക്കാൻ തന്നെയാണ് താല്പര്യം. എനിക്ക് നാട്ടിൽ തന്നെയാണ് ഇഷ്ടം. വർക്ക് ചെയ്യാനാണ് ഇത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാനാണെങ്കിലും എനിക്ക് നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ ഇഷ്ടം. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഒക്കെ അത് തന്നെയാണ് നമ്മുടെ ഒരു ജീവിച്ചു വളർന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ തന്നെ. അപ്പോൾ പാരന്റ്സും എല്ലാവരും ഇവിടെ തന്നെയാണ്. അവരുടെ ഒക്കെ ഒരു സാമീപ്യത്തെ തന്നെ പഠിച്ചു പോകാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിവേ ജിപ്മർ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് ഷയാൻ സ്വപ്നം കാണുന്നത്. പിന്നെ എന്താണ് ഒരു ഫൈനലായിട്ട് പല പാരന്റ്സും ഇങ്ങനെയുള്ള പ്രിപ്പറേഷനൊക്കെ വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവരോടൊക്കെ ഒരു ഫൈനൽ മെസ്സേജ് ആയിട്ട് സാറിന് എന്താണ് പറയുന്നത്? നമുക്ക് നേരത്തെ പറഞ്ഞ തന്നെയാണ്, കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റൂട്ട് തിരയുന്നതിന് പകരം വളരെ നേരത്തെ അവർക്ക് ഫൗണ്ടേഷൻ കൊടുക്കുക. ഇപ്പൊ അതിന് ഇഷ്ടംപോലെ നല്ല പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പൊ എക്സാം വൈൽ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണെന്ന് തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് പറയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ നേരത്തെ തിരഞ്ഞെടുക്കുകയും കുട്ടി അതിന് തയ്യാറാക്കുകയും ചെയ്യുക. അതില് പിന്നെ കുട്ടിയുടെ ഇഷ്ടം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അതിന് കൂടെ നിൽക്കുന്ന രൂപത്തിലുള്ള സംവിധാനം നമ്മൾ ചെയ്യുക. അതോടൊപ്പം അതിൽ ബെസ്റ്റ് പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യുക. നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കോച്ചിങ് കൊടുക്കും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരു പ്ലാറ്റ്ഫോം കണ്ടെത്തുക. അതിൻ്റെ കൂടെ നേരത്തെ മോൻ തന്നെ സൂചിപ്പിച്ചതുപോലെ അവരുടെ സിസ്റ്റം 100% പാലിച്ചുകൊണ്ട് കൂടെ നിൽക്കുക എന്നുള്ള നമ്മുടെ പോളിസി അവിടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്താതെ ഒരു നല്ല പോസിറ്റീവ് പാരൻ്റായിട്ട് ആ സിസ്റ്റത്തിൻ്റെ കൂടെ നിന്ന് കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് തന്നെ രക്ഷിതാവ് എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ളൂ. ഒരു കാരണവശാലും അവർക്ക് മെന്റൽ പ്രഷർ കൊടുക്കരുത്. ആപ്റ്റിറ്റ്യൂഡ് തിരിച്ചറിഞ്ഞ് അതിന് കൂടെ നിൽക്കുകയാണ് വേണ്ടത്. നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസ് മാത്രം നോക്കിയിട്ട് അത് അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോഴാണ് കൂടുതൽ പ്രഷറും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് ഒഴിവാക്കുക. അപ്പോൾ ഒരു വിജയിയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ വന്നതെന്നുണ്ടെങ്കിലും ഒരുപാട് ഇൻസൈറ്റ്സ് പാരൻസിനും സ്റ്റുഡൻസിനും ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു കോൺവെർസേഷനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. വളരെ സന്തോഷം. എനിവേ കൺഗ്രാറ്റ്സ് ഷയാൻ. അതേപോലെ തന്നെ എല്ലാവർക്കും ആ ഒരു അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.